ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 94. നമ്മളിന്ന് അധ്യായം 6 ഖണ്ഡം 1 നോക്കുന്നത്. അതിലാദ്യം 305 മന്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. അത് സോമത്തെ പറ്റിയുള്ള വർണ്ണനയാണ്. സോമം എന്ന് പറയുമ്പോൾ സോമയാഗത്തിൽ അർപ്പിക്കുന്ന സോമം മുകളിൽ പോയി മഴ പെയ്യിപ്പിക്കുകയാണ്. അതിലൂടെയാണ് സമൃദ്ധി ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ സമൃദ്ധിയുടെ മഴ പെയ്യുമ്പോൾ, കൃത്രിമമായിട്ട് മഴ പെയ്യിക്കുമ്പോൾ, മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ കർഷകരെല്ലാം വലയുമ്പോഴാണ് ഈ മഴ പെയ്യിക്കുന്നത്. അപ്പം അതിലൂടെ എന്തെല്ലാം സംഭവിക്കുക? ഗോക്കളെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി ഗോധനം കിട്ടും. ധനം നൽകുന്നവനും, പശുക്കൾ കൃഷിയെല്ലാം ഉണ്ടാകുമ്പോൾ ധനം നല്ലവണ്ണം കിട്ടും. വർണ്ണം നൽകുന്നവനും, ഉൽപാദന ശക്തി വഹിക്കുന്നവനും. അപ്പോൾ കൃഷി ഉണ്ടാകുമ്പോഴാണ് ആ സമൂഹത്തിൽ ഉൽപാദന ശക്തിയെല്ലാം വർദ്ധിച്ചിട്ട് ജനങ്ങൾ പെരുകുന്നത്. ജലങ്ങളിൽ ബീജരൂപത്തിൽ കുടികൊള്ളുന്നവനുമായ അല്ലയോ സോമമേ, മഴ പെയ്യുമ്പോൾ ആ മഴയിൽ പെയ്യ്ക്കുന്നതിന് ബീജരൂപത്തിലാണത് അന്തരീക്ഷത്തിൽ പോയിട്ട്, ഈ സോമം ബീജരൂപത്തിൽ പോയിട്ടാണ് മഴയിലൂടെ പെയ്ത് മേഘങ്ങളെ മഴ പെയ്യിപ്പിച്ചിട്ട് ആ മഴയോടൊപ്പം ഭൂമിയിലേക്ക് പതിക്കുന്നത്. ആ സോമത്തോട് പറയുകയാണ്, അവിടെ നിന്ന് പാത്രത്തിലെത്തിയാലും. എങ്ങനെയാണ് പാത്രത്തിലെത്തുന്നത്? അത് ഇടിച്ച് പിഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുമ്പോഴാണ് ഇത് പറയുന്നത്. ഇത് ചൊല്ലിക്കൊണ്ടാണല്ലോ ചെയ്യുക. അത് അങ്ങ് വിശ്വജിത്തുമാണ്, വിശ്വത്തെ അറിയുന്നവനുമാണ്. അപ്പം പ്രപഞ്ചത്തെ മുഴുവൻ അറിയാം. പ്രപഞ്ചത്തിൽ മഴ പെയ്യിപ്പിക്കാനും അറിയാം, മഴ പെയ്യിപ്പിച്ചിട്ട് ഇവിടെ സമൃദ്ധി ഉണ്ടാക്കാനും എല്ലാം അങ്ങേക്കറിയാം. അങ്ങേ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ള സോമത്തെയാണ് ഋത്വിക്കുകളിൽ എന്ത് ചെയ്യുന്നത്? നമസ്കരിക്കുന്നത്. ഇനി 306 എല്ലാ ഭുവനങ്ങളിലും മനുഷ്യന്റെ സാക്ഷിയായി നിൽക്കുന്ന സോമം. എല്ലാ ഗ്രഹങ്ങളിലും മനുഷ്യന്റെ സാക്ഷിയാണ്. മനുഷ്യന്റെ സാക്ഷി എന്ന് പറയുന്ന സോമം എന്ന് പറയുമ്പോൾ നീരാണ്. ആ നീര് തന്നെയാണ് മഴ പെയ്യിപ്പിക്കുന്നത്. മനുഷ്യരിലുള്ള നീരും എല്ലാം സോമം തന്നെയാണ്. നമ്മൾ കുടിക്കുന്നതും സോമം തന്നെയാണ്. വെള്ളവും സോമമാണ്. നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ ഗുളികകളെല്ലാം സോമമാണ്. അതാണ് നമ്മളെ ഞരമ്പിലൂടെയെല്ലാം ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നതാണ്? ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നവനാണ്. അത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരും. നമ്മൾ നീര് കുടിച്ചിട്ട് തന്നെയാണ് ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കുന്നത്. ദാഹം വരുമ്പോൾ എന്തും ജ്യൂസും എല്ലാം കുടിക്കുന്നത്. നമ്മളെ രക്തത്തിലെല്ലാം ദ്രവരൂപത്തിൽ, സോമരൂപത്തിൽ തന്നെയാണ് ഒഴുകുന്നത്. ഇലയെ മഴ പെയ്യിപ്പിച്ചാലും അത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തന്നെയാണ് തരുന്നത്. അപ്പം മഴ പെയ്യിപ്പിക്കുന്ന സോമം മാത്രമല്ല, ചെടികളിലുള്ള സോമനീരും എന്തെന്നാണ്? നമ്മളെ രോഗങ്ങളെ മാറ്റാൻ കഴിവുള്ളതാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് പശുക്കൾ പോലെയുള്ള ധനം നൽകി ജീവിക്കുന്നതിന് കഴിവുള്ളവരാക്കി തീർക്കുക നമ്മളെ. എങ്ങനെയാ പശുക്കളെയെല്ലാം നൽകുക? നല്ല മഴയെല്ലാം പെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി സോമയാഗം നടത്തുമ്പോൾ പറയുകയാണ്, ഈ സോമത്തിൻ്റെ വർണ്ണനയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ നല്ലവണ്ണം കൃഷി ഉണ്ടാവും, പശുക്കൾ ഉണ്ടാവും, പശുക്കളിൽ നിന്ന് പാല് കിട്ടും, നമുക്ക് ധനം കിട്ടും, നമുക്ക് സുഖമായിട്ട് ലോകത്തിൽ ജീവിക്കാം. ഇനി 307 പറയാം. അപ്പം എല്ലാത്തിൻ്റെയും നാഥനായ സോമമാണ്. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും എന്താണുള്ളത്? സോമം തന്നെയാണുള്ളത്. സോമം എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന സത്ത. ചെടികളുടെ നീരിൽ നിന്നെടുക്കുന്ന സത്ത തന്നെയാണ് സോമം. നമ്മളെ പിഴിഞ്ഞെടുത്താൽ നമ്മളിലുള്ള സത്ത തന്നെയാണ് കിട്ടുന്നത്. വസ്തുക്കളുടെ സത്ത എന്ന് പറയുന്നത് ആറ്റമാണ്, ഇലക്ട്രോൺ എല്ലാമാണ്. അപ്പം എല്ലാത്തിൻ്റെയും സത്ത എന്ന നിലയിൽ തന്നെ സോമത്തെ എടുക്കണം. ഇന്ദ്രന്റെ കുതിരകളുടെ രഥത്തിൽ ചേർന്നുകൊണ്ട്, ഇന്ദ്രനാണല്ലോ അവിടെ മഴ പെയ്യിപ്പിക്കുന്നത്. ഇന്ദ്രന് മേഘങ്ങളെ യോജിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സോമനീര് അവിടെ അയനൈസ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ
ഇന്ദ്രന് വളരെ ഹെൽപ്പാവും. അപ്പം പെട്ടെന്ന് മഴ പെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം ഇന്ദ്രൻ്റെ രഥത്തോട് കൂടി ചേർന്നിട്ടാണ് ലോകങ്ങളെ പ്രാപിക്കുന്നത്. അവിടെ മഴയായിട്ട് പെയ്യിക്കുന്നതും ലോകത്തിൽ മുഴുവൻ സമൃദ്ധി ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് സോമത്തോട് പറയാണ്, മനുഷ്യരെല്ലാം അങ്ങേ അനുസരിച്ചാണ് കഴിയുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ഇടിച്ച് പിഴിഞ്ഞിട്ട് അഗ്നിയിൽ അർപ്പിച്ചിട്ട് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും, ആ സോമം പോയിട്ട് മഴ പെയ്യ്ക്കുന്നീന്ന് നോക്കി. അപ്പം സോമത്തിനോട് അനുസരണയുള്ളവരായിട്ടാണ് മനുഷ്യരെല്ലാം ഇവിടെ കഴിയുന്നത്. ഇനി 308 വിശ്വത്തെ സൃഷ്ടിച്ചതും സ്രഷ്ടാവാണ്. ഈ വിശ്വം ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഓരോ നീരിൽ നിന്നാണ്. ഇലക്ട്രോണും ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്താണെന്ന് ചോദിച്ചാൽ എനർജിയാണ്. എനർജിയിൽ നിന്നാണ് കണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കണങ്ങളാണ് സത്ത, അങ്കീരസ്സുകൾ, അതെല്ലാം സോമം തന്നെയാണ്. അപ്പം വിശ്വത്തിൻ്റെ സ്രഷ്ടാവാണ് സോമം. ആദിത്യ കിരണങ്ങൾക്കൊപ്പം അതിൻ്റെ ധാരകൾ ആദിത്യ കിരണങ്ങളോടൊപ്പം ചേരുന്നു. അപ്പം ഇവിടെ അഗ്നിയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഉയരുമ്പോൾ ആദിത്യൻ്റെ സൂര്യകിരണങ്ങളോട് കൂടി ചേർന്നിട്ടാണ് അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഇനി 309 രസമൊഴുക്കുന്ന സോമം, സോമരസം. സോമരസത്തെയാണ് രസമൊഴുക്കുന്ന സോമം എന്ന് പറയുന്നത്. ചേതനയോടുകൂടി തൻ്റെ എല്ലാ ഭാവങ്ങളെയും അന്തരീക്ഷത്തിൽ ചെന്ന് പരിശുദ്ധമാക്കുന്നു. തൻ്റെ എല്ലാ രൂപഭാവങ്ങളെയും അന്തരീക്ഷത്തിൽ ചെന്ന് പരിശുദ്ധമാക്കുന്നു. ഈ സോമം പോയിട്ട് അന്തരീക്ഷത്തെ ശുദ്ധമായി മാറ്റുന്നു. എങ്ങനെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നത്? അവിടെയുള്ള മേഘങ്ങളെയെല്ലാം വിഘടിച്ച് അവിടെയോടെയെല്ലാം നിൽക്കുന്ന മേഘങ്ങളെ കൂടിച്ചേർത്തിട്ട് ശുദ്ധീകരിച്ചിട്ട് മഴ പെയ്യുമ്പോൾ എല്ലാം ശുദ്ധമാകും, അന്തരീക്ഷം എല്ലാം ശുദ്ധമായിട്ട് മാറും. ഇനി 310 ദീപ്തിയുള്ള ആദിത്യനെ പോലെയാണ് അങ്ങ്. ഈ സോമം ദീപ്തിയുള്ള പ്രകാശവാനായ സൂര്യനെ പോലെയാണ്. എന്തുകൊണ്ടാണ് പ്രകാശവാനാണെന്ന് പറയുന്നത്? അത് ശബ്ദിച്ചുകൊണ്ട് ആണ് പാത്രത്തിൽ നിൽക്കുന്നത്. പാത്രത്തിൽ ശബ്ദിക്കാൻ പ്രേരിപ്പിക്കുന്നു ആ സോമം. എന്തുകൊണ്ടാണ് സോമം ശബ്ദിക്കുന്നത്? ആ സോമത്തെ ഇടിച്ചു പിഴിഞ്ഞ് അയനൈസ്ഡ് ഫോമിലാക്കിയിട്ടുണ്ട്. അയനൈസ്ഡ് ഫോമിലാക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ കൂടിച്ചേർന്ന് കളയും. കൂടിച്ചേരുമ്പോഴാണ് തീപ്പാറുക, ശബ്ദിക്കുക. അപ്പോൾ സൂര്യനെ പോലെ ഇതിനൊരു ചെറിയ പ്രകാശമുണ്ട്. എന്തുകൊണ്ടാണ്? മേഘത്തിൽ വെളിച്ചം വരുന്നത് മിന്നൽ ചാർജുള്ള കണങ്ങൾ കൂടിച്ചേരുന്നത് കൊണ്ട്. അതേപോലെ തന്നെ പാത്രത്തിലെ സോമം വിഘടിച്ചതായതുകൊണ്ട് ചിലപ്പോൾ അത് കൂടിച്ചേരുമ്പോഴാണ് ഇടിയുടെ ശബ്ദം പോലെ ഈ പാത്രത്തിൽ നിന്ന് ശബ്ദിക്കുന്നത്. അപ്പോൾ അത് സൂര്യന് സമാനമാണ്. ഇനി 311 അങ്ങനെ പ്രകാശം ചൊരിച്ചുകൊണ്ട് ഇരിക്കുന്ന സോമം പശുവിൻ നെയ്യ് മുതലായവയോടൊപ്പം ചേർത്തുകൊണ്ടാണ് പാത്രത്തിൽ വീഴുന്നത്. അപ്പം ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പശു നെയ്യെല്ലാം ചേർത്തുകൊണ്ടാണ് ഇത് സംസ്കരിച്ച് എടുക്കുന്നത്. ഇനി 312 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സോമം. അങ്ങനെ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ ആ സോമം എന്ത് ചെയ്യും? സഞ്ചരിച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയരും. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സോമം 312 താഴേക്ക് എന്ത് ചെയ്യുന്നു? ജലങ്ങൾക്കൊപ്പം പ്രവഹിക്കേണ്ടതായ ഈ സോമം എന്ത് ചെയ്യുന്നു? പാത്രത്തിലേക്ക് ഇവിടെ വീഴുകയാണ്. അപ്പം സഞ്ചരിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്ന സോമം ഇപ്പോൾ ഇവിടെ ഇടിച്ചു പിഴിയുമ്പോൾ പാത്രത്തിലേക്ക് വീഴുകയാണ്. അതിനെയാണ് നമ്മൾ സംസ്കരിച്ചെടുത്തെടുത്ത് ഇവിടെ ഋത്തിക്കുകൾ സംസ്കരിച്ചെടുത്തിട്ട് ഇന്ദ്രന് പ്രാപിക്കുവാൻ വേണ്ടി അങ്ങോട്ടേക്ക് അയക്കുന്നത്. ഇവിടെ പാത്രത്തിൽ വീഴുന്ന സോമത്തെ, സംസ്കരിച്ച സോമത്തെ ഇന്ദ്രനാണ് അയച്ചു കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവിടെ ഇന്ദ്രനെ സഹായിക്കാൻ, മേഘങ്ങളെ യോജിപ്പിക്കാൻ, കൂടിച്ചേരുവാൻ സഹായിക്കാൻ. അങ്ങനെ സംസ്കരിച്ച സോമത്തെയാണ്
ഇന്ദ്രനായിക്കൊണ്ട് അങ്ങ് അവിടത്തേക്ക് അഗ്നിയിൽ അർപ്പിച്ചിട്ട് വിടുന്നത്. അങ്ങനെയുള്ള സോമം എന്ത് ചെയ്യുന്നു? സഞ്ചരിച്ചിട്ട് അവിടെ ഇന്ദ്രനെ പ്രാപിക്കും. ഇനി 313 ഇന്ദ്രന് സന്തോഷം നൽകുന്ന സോമമേ എന്ന് പറയുകയാണ്. അങ്ങനെ ഇന്ദ്രൻ അവിടെ ഈ സോമം, സംസ്കരിച്ച സോമം എത്തുമ്പോൾ ഇന്ദ്രന് വളരെ സന്തോഷം ഉണ്ടാവും. എന്തുകൊണ്ട്? ഇനി ഈ സോമം ഉപയോഗിച്ചിട്ട് മേഘങ്ങളെ പെട്ടെന്ന് കൂട്ടിച്ചേർത്തിട്ട് മഴ പെയ്യിപ്പിക്കാം. ഇന്ദ്രന്റെ ജോലിയാണ് മഴ പെയ്യിപ്പിക്കുന്നത്. ഇന്ദ്രൻ ഒറ്റക്ക് അവിടെ നിന്ന് ചില സമയത്ത് മഴ പെയ്യിപ്പിക്കാൻ പറ്റാതെയാണ് ഇവിടെ മനുഷ്യര് സോമയാഗമെല്ലാം നടത്തിയിട്ട് സോമം പിഴിഞ്ഞെടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ട് അഗ്നിയിൽ അർപ്പിച്ചിട്ട് അങ്ങ് ഇന്ദ്രൻ അയച്ചു കൊടുക്കുന്നത്. കരുത്തുറ്റ ആ സോമത്തെ, അയനൈസ്ഡ് ചെയ്ത സോമത്തെ. അപ്പോൾ ഇന്ദ്രന് സന്തോഷമാവും, ഇനി എനിക്ക് എളുപ്പത്തിൽ മഴ പെയ്യിപ്പിക്കാലോ. അങ്ങനെയുള്ള സോമമാണ് ഇവിടെ ദശാപാത്രത്തിലേക്ക് ഒഴുക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഋത്തിക്കുകൾ അതിനെ സംസ്കരിച്ചെടുത്തിട്ട് അവർ സംസ്കരിച്ചെടുത്ത് പാത്രത്തിൽ ശേഖരിക്കുന്നു. ഇനി 314 കല്ലുകളാൽ ഇടിക്കപ്പെട്ട്, ഇവിടെ ഇത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇത് പാടിക്കൊണ്ടാണ് ചെയ്യുക. ആ പാടുന്നതിൽ പല ശാസ്ത്രതത്വങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് തലമുറകളോളം. അതേസമയം അവർക്ക് മഴ കിട്ടുകയും ചെയ്യുന്നുണ്ട്. കല്ലുകളാൽ ഇടിക്കപ്പെട്ട സോമം പാത്രത്തിലെത്തുമ്പോൾ അവിടുന്ന് ആ സമയം അങ്ങ് സോമം ഇന്ദ്രന്റെ ഉദരത്തിന്, വയറ്റിന് സ്വീകാര്യയോഗ്യമായി തീരുന്നു. അപ്പം ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇന്ദ്രന് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ദ്രന്റെ വയറ്റിന് തൃപ്തി നൽകുന്ന തരത്തിൽ, ഉദരസ്ഥാനത്തിനായി പര്യാപ്തമാകുന്ന തരത്തിലാണ് ഇവിടെ ഋത്തിക്കുകൾ നിന്നെ തയ്യാറാക്കി എടുക്കുന്നത്. അവിടെ ഇന്ദ്രൻ കുടിക്കുക എന്നാണ് പറയുന്നത്, ഇന്ദ്രനെ വയറ്റിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ. ഇനി 315 മനുഷ്യരിൽ സന്തോഷം കൊണ്ടെത്തിക്കുന്ന അല്ലയോ സോമമേ. മനുഷ്യരപ്പം നീ അവിടെ പോയിട്ട് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കും. അപ്പം മനുഷ്യരിവിടെ സന്തോഷിക്കും. ഇതിലൂടെ മഴ പെയ്യുമ്പോൾ മനുഷ്യർ സന്തോഷിക്കും. അവിടുന്ന് മനുഷ്യർ സന്തോഷിക്കുന്ന സോമമേ ഋത്തിക്കുകളാൽ ധാരണം ചെയ്യപ്പെടുകയാണ്. അങ്ങ് ഋത്തിക്കുകളാണ് ഇതിനെ മുഴുവൻ സംസ്കരിച്ചെടുക്കുന്നത്. അപ്പോൾ അവർ അർപ്പിക്കുന്ന സ്തുതികൾ അങ്ങേക്ക് അർഹതപ്പെട്ടതാണ്. ഋത്തിക്കുകൾ സ്തുതിച്ചുകൊണ്ട്, സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സോമത്തെ സംസ്കരിച്ചെടുക്കുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഋത്തിക്കുകൾ സോമത്തെ സംസ്കരിച്ചെടുക്കുന്നത്. ആ സ്തുതികൾ അങ്ങേർക്ക് യോഗ്യമാണ്. ആ സ്തുതിക്ക് അങ്ങ് യോഗ്യമാണ്. അതായത് സോമത്തെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്കരിച്ചെടുക്കുന്നത്. ഇനി 316 മന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെടാൻ യോഗ്യനാണ് നീ. അതായത് വേദങ്ങളിൽ പറയുന്ന മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ എന്തു വേണം? ഈ സോമത്തെ സംസ്കരിച്ചെടുക്കണം. അങ്ങനെ സംസ്കരിച്ചെടുക്കുമ്പോൾ അങ്ങ് പരിശുദ്ധനായും തീരുന്നു. അങ്ങനെ പരിശുദ്ധമായ അങ്ങ് സോമം മറ്റുള്ളവരെയും പവിത്രമാക്കുന്നു. ഈ ലോകത്തെ തന്നെ പവിത്രമാക്കും. മഴ പെയ്യിപ്പിക്കുമ്പോഴും അന്തരീക്ഷം മുഴുവൻ ശുദ്ധമാകും. ഭൂമിയിൽ കൃഷികൾ ഉണ്ടാകും. പുതിയ ചെടികളെല്ലാം തളച്ചു വളരും. അങ്ങനെയെല്ലാം ലോകത്തെ തന്നെ പവിത്രമാക്കുകയും അങ്ങനെയുള്ള മഹാനായ അങ്ങ് ശത്രുക്കളെയെല്ലാം നശിപ്പിച്ച്, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതിരിക്കുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളാണ്. ഇതാണ് ശത്രുതയായിട്ട് കാണേണ്ടത്. അങ്ങനെയുള്ള അങ്ങയെ, ആ ശത്രുക്കളെയെല്ലാം നശിപ്പിക്കുന്ന, കഷ്ടപ്പാട് ദൂരീകരിക്കുന്ന അല്ലയോ സോമമേ, അങ്ങ് സുപ്രസിദ്ധനായി തീർന്നാലും അങ്ങയുടെ പേര് അപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ കൃത്രിമമായിട്ട് മഴ പെയ്യിപ്പിക്കുമ്പോൾ ലോകം മുഴുവൻ ഇതിനെ സ്തുതിക്കും. ഇനി 317 സംസ്കരിക്കപ്പെട്ട അങ്ങനെയുള്ള സോമം, മാധുര്യമൂറുന്നതുമായ സോമം, അങ്ങനെ നല്ല ശുദ്ധമായിട്ട് പിഴിഞ്ഞെടുത്ത സോമം
സ്വയം പരിശുദ്ധമാകുന്നു. അപ്പൊ ആദ്യ സോമത്തെ എന്ത് വേണം? വളരെ പരിശുദ്ധമായിട്ട് ശുദ്ധീകരിച്ചെടുക്കണം. അപ്പോൾ അതെന്ത് ചെയ്യും? മറ്റുള്ളവരെയും പവിത്രീകരിച്ചിട്ട് ദേവന്മാർക്ക് തൃപ്തി നൽകിക്കൊണ്ട്, ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനും എല്ലാം അവിടെ മഴ പെയ്യിപ്പിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന, അവരെ സഹായിക്കുകയാണ് സോമം ചെയ്യുന്നത്. അപ്പം ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നു, അസുരന്മാരെ നശിപ്പിക്കുന്നു. അസുരന്മാരാരാണ്? മഴ പെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തെല്ലാം ഉണ്ട്, അതെല്ലാം അസുരന്മാരാണ്. ആ അസുരന്മാരെ, ശത്രുക്കളെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ടാണ് മഴ പെയ്യിപ്പിക്കുന്നത്.